ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബട്ടർ ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലർ പറയും ഇതെന്ത് ബട്ടർ ചിക്കൻ കറി പുലാവിൻ്റെ മേലിട്ടതാണ്. കണ്ടാൽ അങ്ങനെ തോന്നിയാലും സംഭവം നല്ല മന്തിയുടെ ഫ്ലേവറാണ്, അടിപൊളിയാണ്. ഞാനിത് ഉണ്ടാക്കിയിട്ട് 3-4 പേരെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര അഭിപ്രായം പറയുന്നു, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്. മന്തിയായിട്ടോ ബട്ടർ ചിക്കൻ റൈസായിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വിളിച്ചോ, പക്ഷേ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഇതിനാദ്യം തന്നെ നമ്മൾ ബട്ടർ ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കന് എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവുക. ഉപ്പ്, കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, കാശ്മീരി മുളക് പൊടി കുറച്ചധികം, പിന്നെ ഏലക്കായ പൊടിച്ചത്, ഗരം മസാല ഉണ്ട്, സാഫ്രോൺ ഇടണം, എന്നാലാണ് ആ ഫ്ലേവർ കിട്ടുള്ളൂ. ഇതൊക്കെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഓയിൽ ഇടണമെങ്കിൽ ഓയിലിടാം, കാരണം ഞാനിത് ഗ്രില്ല് ചെയ്തുകൊണ്ടിട്ട് ഇതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്ത് നിങ്ങൾക്കിത് ബട്ടറിൽ പാൻ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ, പട്ട, കരിയാമ്പൂൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാണ്. എന്നിട്ട് അതിലേക്ക് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചോപ്പ് ചെയ്ത് വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റി, പച്ചമുളക് ഇട്ട് വഴറ്റി, ഇനി മസാലപ്പൊടികൾ വീണ്ടും ഇടുക. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ഏലക്കായ പൊടിച്ചതും, ഇത്തിരി സാഫ്രോണിൻ്റെ പൊടിയും ഇടുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇടുന്നുണ്ട്. കളർ ഇടണമെങ്കിൽ കളർ ഇടാം നിങ്ങൾക്ക്. എന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോ പേസ്റ്റാണ് ഇടുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ തക്കാളി അരച്ചതെങ്കിലും ഇടുക. എന്നിട്ട് നമ്മൾ കസൂരി മേത്തി, ഉലുവേൻ്റെ ഇല ഉണക്കിയത് അതും ഇട്ട് നല്ലോണം ചിക്കനൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്രീമാണ് ഇടുന്നത്. ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പ് അരച്ചത് ഇടാം, അല്ലെങ്കിൽ ഇത്തിരി പാൽ ഒഴിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേൻ ഒഴിക്കണം, ഇത്തിരി തേൻ ഒഴിക്കണം. പിന്നെ കളർ ഇടാം, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് നമ്മൾ ബട്ടർ ചിക്കൻ മസാല റെഡി ആയിട്ട്. ഇനി ഇതിന് നമ്മൾ ആ സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കനൽ അല്ലെങ്കിൽ ചിരട്ടയുടെ കഷ്ണം നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം നല്ല ചൂടായതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മളത് ഇട്ടിട്ട് ആ പാത്രം കറിയുടെ നടുവിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ കനലിൻ്റെ മേലേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് പുക വരും. ആ പുക നമ്മൾ കറിയിലേക്ക് തന്നെ അങ്ങോട്ട് അടിച്ച് വെച്ചിട്ട് ഒരു മൂടിനെ കൊണ്ട് അടിച്ച് വെച്ചിട്ട് നമ്മൾ ആ കറിയിലേക്ക് തന്നെ ആ ഫ്ലേവർ കൊടുത്തതിന് നമ്മൾ സ്മോക്കി ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ മസാലയുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ലാ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തി റൈസാണ്. മന്തി റൈസ് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ സെല്ല ബസ്മതി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് മന്തിക്ക് വേണ്ടി എടുക്കുന്ന അരിയാണ്. ഇതില്ലെങ്കിൽ സാധാ ബസ്മതി അരി ആയാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചാൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ഞാൻ വീട്ടിലായിട്ട് പൊടിപ്പിച്ചിട്ടുള്ള മന്തി മസാല കൂട്ടാണ് ഇടണത്. അല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന മസാല കൂട്ടായാലും മതി. അരി ഒന്ന് വാർന്നതിന് ശേഷം അരിയിലേക്ക് ഞാൻ ഈ മസാല കൂട്ടാൻ ഇടുകയാണ്. ഇതിൻ്റെ റെസിപ്പി താഴെ ക്യാപ്ഷനിലുണ്ട്, അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ വീണ്ടും എല്ലാ മന്തി നമ്മൾ ബിരിയാണിക്കൊക്കെ ഇട്ടുന്ന റോ മസാലകളില്ലേ, ഏലക്കായ, പട്ട, കരിയാമ്പ്, അതൊക്കെ ഇട്ടതിന് ശേഷം അരി ഇട്ട് ഒന്ന് വറുത്ത് അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കാണ് ഇതിനാവശ്യം, ഈ സെല്ല ബസ്മതി അരിക്ക്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഗ്ലാസ് എടുക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബ് വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ 2 ചിക്കൻ്റെ സ്റ്റോക്കിലേക്ക് ഞാൻ തിളച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ സാധാ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. നമ്മൾ തിളപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വെന്ത് ഒരു 80% വേവാവണ സമയത്ത് നമ്മൾ അതിൻ്റെ മേലേക്ക് സാഫ്രോൺ ഇത്തിരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തത് മേലെ ഒഴിച്ചിട്ട് 2 പച്ചമുളകും മേലെ ഇട്ടിട്ട് നമ്മളങ്ങനെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ദമ്മിടുക. അങ്ങനെ നമ്മളെ മന്തി റൈസ് കുക്കായി റെഡിയാവും. ഈ കുക്കായ റൈസിലേക്കാണ് നമ്മൾ ഇത് നേരത്തെ കറിക്ക് നമ്മൾ സ്മോക്കി ഫ്ലേവർ കൊടുത്താൽ മാതിരി തന്നെ കനൽ ചൂടാക്കിയിട്ട് കനൽ നടിയിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവർ റൈസിലേക്കും കിട്ടും. അതിന് ശേഷം നമുക്കിത് ഞാൻ മസാലയും റൈസും മിക്സ് ചെയ്യണില്ല, ഈ റൈസിൻ്റെ മേലൊക്കെ ഞാൻ മസാല ഇടുകയാണ്. എന്നിട്ടിതാ അങ്ങനെ വിളമ്പണം. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ ദുബായിലൊരു റെസ്റ്റോറൻറ്റിൽ മന്തി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഉണ്ട്. ഞാൻ ദുബായിൽ പോയിട്ട് 2 കൊല്ലമായതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നവർ ഇത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊറോണ ഒക്കെ ആയിട്ട് ഭയങ്കര ശബ്ദമൊക്കെ പോയിട്ടിരിക്കുന്നത്, അപ്പോൾ അതാണ് വോയിസ് ഓവറിൽ കുറച്ച് അവിടെ ഇടേറിയമായിട്ട് ശബ്ദമായിരിക്കും. റെസിപ്പി താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് പറയട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.